മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. അപ്പം എനിക്ക് വേടനെ വലിയ ഇഷ്ടമാണ്. വേടൻ എന്ന് പറയുന്ന പയ്യൻ അദ്ദേഹം എഴുതുന്ന പാട്ടുകൾക്ക് മാനത്തെ മാറിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു വിഷനുണ്ട്. അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം മലയാള സിനിമയിൽ 10 പാട്ട് എഴുതുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞില്ലേ? പ്രണയമരുതന്നുരഞ്ഞതായി തോന്നിയോ. സന്തോഷേ. നമസ്കാരം. ചാറ്റ് വിത്ത് അനീഷ് ടിവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മറ്റുള്ളവരുടെ കഥകൾ കേൾക്കാനും അനുഭവങ്ങളിൽ പങ്കിട്ട് ഇങ്ങനെ കാതുകുറിപ്പിച്ചിരിക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അത് വിശിഷ്ട വ്യക്തികളാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൗതുകം കൂടും, അല്ലെങ്കിൽ ഇഷ്ടം കൂടും. ഇന്ന് ചാറ്റ് വിത്ത് അനീഷ് ടിവിയോട് എത്തിയിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവി, ജനകീയനായ കവി, ഏറെ പ്രിയപ്പെട്ട ആദരണീയനായ മുരുകൻ കാട്ടാക്കട. സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഏട്ടനെ ചാറ്റ് വിത്ത് അനീഷ് ടിവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മലയാളി എവിടെയുണ്ടെങ്കിലും അവിടെയൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചൊല്ലിപ്പോകുന്ന കവിതകൾ, ഇഷ്ടത്തോടെ പാടുന്ന അല്ലെങ്കിൽ ചൊല്ലുന്ന കവിതകൾ മിക്കവാറും ഉള്ളത് മുരുകൻ ചേട്ടൻ്റെ ആയിരിക്കും. ഞാൻ സ്നേഹത്തോടെയാണ് ചേട്ടാന്ന് വിളിക്കുന്നത്. നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പ് മുരുകൻ സാർ എന്ന് പറഞ്ഞിട്ടുണ്ടാണ്. പക്ഷെ ഇപ്പോൾ ഒരുപാട് അടുത്തപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെയാണ് വിളിക്കാൻ തോന്നുന്നത്. കാരണം അത്രത്തോളം എന്നെ സ്നേഹിക്കുന്ന, ഒരുമിച്ച് യാത്രകൾ ചെയ്യുന്ന ഒരു ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ഏറെ സ്നേഹത്തോടെയാണ് ഞാൻ ഈ വേദിയിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുന്നത്. എന്തുകൊണ്ട് പുതിയ വിശേഷം മുരുക ചേട്ടാ? അല്ല, എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം, അനീഷ് ചിറയൻകീഴിന്റെ ഭാഷയല്ല പറയുന്നത് അല്ലേ? നമസ്കാരം, അങ്ങനെയാണോ? എങ്ങനെയാണ് സാധാരണ ചിറയൻകീഴുകാരൻ ഒരാള് ഇപ്പൊ ഇതുവരെ ചെയ്ത കാര്യം ചെയ്തിരുന്ന എങ്ങനെയായിരിക്കും? ചിറയൻകീഴിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരം, നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്തിനല്ല. ഇപ്പൊ നമ്മള് സാധാരണ തിരുവനന്തപുരത്തുകാർ എന്ന് പറഞ്ഞ ആൾക്കാർ പരിഹസിച്ച് അല്ലെങ്കിൽ കളിയാക്കി പറയുന്നതൊക്കെ നമ്മുടെ ആക്ച്വലി തിരുവനന്തപുരത്തുകാർ എല്ലാവരും അങ്ങനെ പറയാറില്ല. അല്ല, എല്ലാവരും അങ്ങനെ പറയണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, പക്ഷേ ഈ ഭാഷയുടെ ഒരു വൈവിധ്യം ഉണ്ടല്ലോ, അതാണ് ഭാഷയ്ക്ക് സൗന്ദര്യം നൽകുന്നത്. അതെ 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 അതെ. അല്ലാതെ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അച്ചടി ഭാഷ അല്ല സത്യത്തിൽ നമ്മളെ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നാത്തൂനെ എന്നൊരു കവിത ഉണ്ട്. നാത്തൂനെ നാം എങ്ങോട്ടോടണ് ഓടണ് എന്ന് പറയോ? നാത്തൂനെ നാം എങ്ങോട്ടാണ് ഓടുന്നത് നാത്തൂനെ എന്നല്ലേ? അല്ലേ? നാത്തൂൻ എന്ന വാക്ക് തന്നെ നമുക്കില്ലല്ലോ, ഇപ്പൊ ഉണ്ടോ? അതുകൊണ്ട് സാധാരണ ഭാഷ നല്ലതാണ് അല്ലേ? തീർച്ചയായിട്ടും. അല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ എപ്പോഴും നമ്മൾ കൂടിച്ചേരുന്നതാണല്ലോ ഭാഷയും സംസ്കാരവും എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും നമ്മുടേതായ തനത് ശൈലി പിടിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പൊതുവേദികൾ, നമ്മളൊരു പുസ്തകം എഴുതുന്ന സമയത്ത് ഒരിക്കലും അല്ലെങ്കിൽ ആ ഒരു ഏരിയ കോൺസെൻട്രേറ്റ് എഴുതുമ്പോഴേ മാർത്താണ്ഡവർമ്മ, അതായത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്ന് പറയുന്നത് ചന്തുമേനോന്റെ ഇന്ദുലേഖ. അതിനു മുമ്പുണ്ടായതാണ് CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ. അതിനകത്ത് നമ്മൾ വായിച്ചാലേ ഈ തിരുവനന്തപുരം നഗരത്തിൽ ഒരു ഭാഷ, തിരുവനന്തപുരം പ്രാന്തപ്രദേശങ്ങളിൽ വേറൊരു ഭാഷ, എഴുത്തുകാരൻ പറയുമ്പോൾ വേറൊരു ഭാഷ. എഴുത്തുകാരൻ പറയുന്നത് എങ്ങനെയാണ്? അച്ചടി ഭാഷയിലാണ്. എഴുത്തുകാരൻ അതും തന്നെ കൂടുതൽ ഭാഷയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മളിപ്പോൾ ഭാഷ എന്ന് പറയുന്നത്. ഇപ്പോൾ ചെറിയങ്കുള്ള ചേട്ടൻ പറഞ്ഞാൽ ചെറിയങ്കുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മൾ തിരുവനന്തപുരം ചിലപ്പോൾ ഭാഷ എന്ന് ആ തരത്തിൽ നമ്മൾ അറിഞ്ഞിട്ടും അറിയാതെ പോകണ്ടല്ലോ. ഭാഷ നമ്മൾ അല്ലേ നമ്മൾ ഭാഷ എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ ഏഴെന്ന് പറയാം. ONV കുറിച്ച് പറയുന്നത് അദ്ദേഹം ഭാരതം എന്ന് പറയാറില്ലായിരുന്നു. അല്ല, അദ്ദേഹം അങ്ങനെയായിരുന്നു പറയുന്നത്. ഇനിയും മരിക്കാത്ത ഭൂമി എന്നാണ് പുള്ളി പാടുന്നത്. നിന്നെ അസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇങ്ങനെ ഭൂമി എന്നല്ല, ഇനിയും മരിക്കാത്ത ഭൂമി എന്നല്ല പാടുന്ന പുള്ളി. അത് വേണം. അത് അദ്ദേഹം ബോധപൂർവം ചെയ്യുന്നതാണ്, അദ്ദേഹത്തിന് അറിയാത്തോണ്ട് ചെയ്യുന്നതല്ല.
അതെ. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ കൊണ്ടും കൊടുത്തും കണ്ടും അറിഞ്ഞും അല്ലേ അനുഭവിച്ചും ഒക്കെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഏട്ടൻ പറയുന്നത് വളരെ വളരെ കറക്റ്റായ കാര്യമാണ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് കുഞ്ഞുനാൾ മുതലേ നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു 14 വയസ്സുള്ള സമയം നാടിന് പുറത്ത് എപ്പോഴും തിരുവനന്തപുരം ചിറയൻകീഴല്ല നിൽക്കാറുള്ളത്. പലപ്പോഴും നമ്മളിങ്ങനെ നാടകങ്ങൾ കളിച്ചും അങ്ങനെ പുതിയ പുതിയ ഓരോരോ സ്ഥലങ്ങളിൽ പോയിട്ടും ഒക്കെയാണ് എത്രയോ വർഷങ്ങളായിട്ട്. എനിക്ക് ഒരു ഓർമ്മ വെച്ച ഒരു 10-17 വയസ്സൊക്കെ ആകുമ്പോൾ തൊട്ട് നാടൊന്ന് വിട്ട് ഞാൻ പ്രൊഫഷണൽ നാടകങ്ങൾ കളിച്ചും കേരളത്തിൽ അങ്ങോളം നാടകം കളിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഓരോ സ്ഥലങ്ങളിലും പോയി പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു നടന നിലയിൽ നമ്മളിപ്പോൾ ചില കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് നമ്മുടെ ഭാഷയും കൊണ്ട് നടക്കാൻ പറ്റില്ല നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം കൊണ്ട് നടക്കാം. ഞാനിപ്പോൾ ഒരു ഡോക്ടറായിട്ട് അഭിനയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കളക്ടറായിട്ട് അഭിനയിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരായിട്ട് അഭിനയിക്കുമ്പോൾ, ഒരു കവിയായിട്ട് അഭിനയിക്കുമ്പോൾ, ഒരു കാഥികനായിട്ട് അഭിനയിക്കുമ്പോഴൊക്കെ നമുക്ക് മാറ്റം വന്നുകൊണ്ടേയിരിക്കുമല്ലേ. അപ്പോൾ അതിൽ ചില വാക്കുകൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സ്വാധീനിക്കുമായിരിക്കും ഒരു പക്ഷേ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഗുണവും ദോഷത്തെക്കാൾ ഉപരി നമ്മളിങ്ങനെ പാകപ്പെട്ട് പരുവപ്പെട്ട് വരികയല്ലേ ചെയ്യുന്നത്. ഒരിക്കലും ഇപ്പൊ നമ്മൾ കാട്ടക്കട എന്ന് പറയുന്ന സ്ഥലത്ത് കാട്ടക്കടയെ കുറിച്ചാണ്. അതായത് ഒരിക്കലല്ല പല പ്രാവശ്യം ഞാനും എൻ്റെ വൈഫ് ലേഖയും ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ എന്നോട് പല സുഹൃത്ത് സാറ് സംസാരിക്കുമ്പം കാട്ടക്കട, പക്ഷേ ചേച്ചി സംസാരിക്കുമ്പോൾ കാട്ടാട് ഭാഷ വരുന്നത്. പക്ഷെ അതാണ് സത്യത്തിലുള്ള നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആർജിച്ചെടുക്കുന്ന. പിന്നെ ചിലപ്പോൾ ഒരുപാട് നാളും ഞാൻ ഏഴെന്ന് പറഞ്ഞിട്ടുണ്ട്, ഏഴാം തീയതി വരാൻ പോയിട്ടാണ് ചോദിക്കും നമ്മൾ ഏഴാം തീയതി. അത് പിന്നെ കുറേ നാൾ കഴിഞ്ഞാണ് മാറിയത് നമ്മൾ. കാരണം നമ്മൾ ചിലയിടങ്ങളിൽ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് നേരത്തെ നമ്മളിവിടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നേരത്തെ ഒരാൾ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഭയങ്കരം എന്നത് ഭയം അങ്കുരിക്കുന്നല്ലോ, ഭയം ജനിപ്പിക്കുന്നതാണല്ലോ, ഭയം ജനിപ്പിക്കും. പക്ഷെ നമ്മൾ പറയുന്നത് ഭയങ്കരമാണെന്ന് പറഞ്ഞത്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ, അതുപോലെ വല്ല കാര്യമില്ല. കാരണം പുതിയത് അടിപൊളി എന്ന വാക്ക്, അടിപൊളി എന്ന് പറഞ്ഞാൽ എന്താണ്, അടിച്ചില്ലാതാക്കി പൊളിച്ചു അല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ. പുതിയ ജനറേഷൻ അടിപൊളി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെയല്ല. നല്ലതാണ് ഞാൻ പറയുന്നത്, അതൊക്കെ നിലനിർത്തണമെന്നാണ് പറഞ്ഞത്. വേറെ എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നുണ്ട്. പുതിയ കവിതകൾ ഏതെങ്കിലും? പുതിയതെന്ന് പറഞ്ഞാലേ, പുതിയ കവിത എന്ന് പറഞ്ഞ പുതിയ കവിതകളെന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ എൻ്റെ കാലത്തോട് കലഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മദേഴ്സ് ഡേ എന്നൊരു കവിതയുണ്ട്. മദേഴ്സ് ഡേ അത് അമ്മമാരെ നമ്മളിപ്പോൾ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുന്നൊരു കാലമാണല്ലോ അല്ലേ. പക്ഷെ എന്നാലും മദേഴ്സ് ഡേ നമ്മൾ കൊണ്ടാടും. അതായത് ഞാൻ പണ്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. അമ്മയ്ക്ക് കെട്ടിപ്പിടി സായുജ്യം, മാധവന് ചുറ്റിക്കളി സന്തോഷം, യോഹന്നാന് നാക്ക് ദൈവം. അതായത് ആൾ ദൈവങ്ങളെ നമ്മൾ ഒന്ന് കെട്ടിപ്പിടിക്കും. എന്നിട്ട് സ്വന്തം അമ്മയെ കൊണ്ടുവന്ന് എവിടെ കിടും? ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യും? ചെന്ന് കെട്ടിപ്പിടിക്കും. പക്ഷേ സ്വന്തം അമ്മ അപ്പോൾ കിടക്കുന്ന എവിടെയായിരിക്കും? സ്വന്തം അമ്മയെ ചെന്നൊന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ ആ അമ്മയ്ക്കും ഈ മകനും കിട്ടുന്നതിൻ്റെ സായുജ്യം മനസ്സിലാക്കാതെ നമ്മൾ പോകുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അതിനെക്കുറിച്ച് എഴുതിയ കവിതയാണ് മദേഴ്സ് ഡേ. മദേഴ്സ് ഡേ ഒരു അമേരിക്കയിലെ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ അമ്മയോട് അദ്ദേഹത്തിന് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ പോയി എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അമ്മ കുഞ്ഞായിരിക്കുമ്പോൾ ഒരുപാട് വേദനിച്ച് 5 ആൺമക്കളെ വലുതാക്കി. അവരെല്ലാം ഇപ്പം വലിയ പുറത്തുള്ള നാട്ടിലില്ല, എല്ലാവരും വലിയ കക്ഷികളാണ്. പക്ഷേ അമ്മയുടെ സായന്തനങ്ങളിൽ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ മദേഴ്സ് ഡേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടാടുന്നുമുണ്ട്. അമ്മ വിളക്കു കൊളുത്തുന്നു. ചൊല്ലട്ടെ. അമ്മ വിളക്കു കൊളുത്തുന്നു, അമ്മ വിളക്കായി വെളിച്ചം പരത്തുന്നു. അമ്മ വെട്ടത്തിൽ കളിക്കുന്നു ഞങ്ങൾ, അമ്മ കളിപ്പാട്ടമായി പൊട്ടുന്നു, പൊട്ടിച്ചിരിക്കുന്നു. അമ്മ പാഠങ്ങൾ തുറന്നു വയ്ക്കുന്നു, ആ മുതൽ ക്ഷാവരെ അക്ഷരച്ചിമിഴുകൾ. അമ്മ പാഠമാകുന്നു, പാഠപുസ്തകമാകുന്നു. അമ്മ പാഠമായി
അമ്മ പാടമായി സ്വയം ഉഴുതുമറിക്കുന്നു. അമ്മ പാടമായി സ്വയം ഉഴുതുമറിക്കുന്നു. അമ്മ വിത്തുകൾ മുളച്ചു പുത്തരിച്ചോറുരുളയാകുന്നു. അമ്മ വിത്തുകൾ മുളച്ചു പുത്തരിച്ചോറുരുളയാകുന്നു. അമ്മ പാഠവും പാഠവുമാകുന്നു. അമ്മ പാഠവും പാഠവുമാകുന്നു. സത്യത്തില്ലേ അനീഷ് അറിയാം, നമ്മള് സുനിൽ അല്ലേ, നമ്മളെ സുനിൽ തൈമറ്റം, അദ്ദേഹം നല്ല മിടുക്കനായ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ എത്രത്തോളം നമ്മളെ ഇങ്ങനെ ചിന്തിപ്പിക്കും, നമ്മൾ എന്താ പറയുക, ഓരോ വരികളും വാക്കുകളും നമ്മളോട് ഇങ്ങനെ ചേർന്ന് പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളിങ്ങനെ നമ്മളെ അമ്മയൊക്കെ വയസ്സായിരിക്കും, നമ്മളിങ്ങനെ ഓർക്കും, ശരിയാണ്, ഇങ്ങനെ ഓരോ നിറം മങ്ങി ഇങ്ങനെ ഇരിക്കുന്ന അമ്മ സന്ധ്യയാവും, കുറെ കാലം കഴിയുമ്പോഴാവുന്നു, സന്ധ്യയാവുന്നു, പ്രഭാതം കടന്ന് ഉച്ചയാകും, പിന്നെ സന്ധ്യയാവും. പിന്നെ ഏട്ടൻ പറഞ്ഞതാണ് പാഠവും പാഠവുമാണ് അമ്മ. അപ്പോൾ അത് ഭയങ്കര എത്ര മനോഹരമായിരിക്കുന്നല്ലേ ഓരോ വരികളും. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഏട്ടൻ നേരത്തെ പറഞ്ഞ പോലെ കാലത്തിനോട് കലഹിക്കുന്ന കവിയാണ് അങ്ങ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മനസ്സിൽ തറയ്ക്കുന്നത് പോലെ പാടാൻ പറ്റുന്നത്, ചൊല്ലാൻ പറ്റുന്നത്. നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ, ഞാൻ ഏട്ടനെ ഒരിക്കൽ ഈ മദേഴ്സ് ഡേ പാടിയപ്പോൾ പക്ഷെ ഇന്നെനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. എനിക്കൊരു നമ്മൾ മാത്രം ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും, ആ ഒരു ഈ ഒരു ആംബിയൻസും ഒക്കെ ആയതുകൊണ്ടായിരിക്കും. പക്ഷെ അന്ന് എനിക്ക് നമ്മൾ ഒരു കൂട്ടത്തിൽ പാടിയപ്പോൾ കപ്പലിരിക്കുമ്പോൾ നമ്മളെ സ്കാറ്റർ ചെയ്തു. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാനിങ്ങനെ ഈ ചിന്തകളിലൂടെ ഇങ്ങനെ പോവുകയായിരുന്നു. വലിയ സന്തോഷം. എന്താ പറയുന്നത്, ഒരുപാട് ഏട്ടൻ്റെ ഒരുപാട് കവിതകൾ ഞാൻ അറിയാം, ഏട്ടൻ തന്നെ അറിയാം, ഞാൻ ഏട്ടൻ്റെ കവിതകൾ ഇങ്ങനെ പാടുന്ന ഒരാളാണ്, ചൊല്ലുന്ന ആളാണ്. അനീഷ് ഒരു കാര്യം എൻ്റെ രേണു എന്ന് ചൊല്ലുക 4 വരി ഞാൻ തന്നെ ചൊല്ലുകയാണ് സാധാരണ ചെയ്യുന്നത്. എന്നെക്കാൾ ഗംഭീരമായിട്ട് അനീഷ് ചൊല്ലും. ഞാൻ ഞാൻ എവിടെയാണെന്ന് അറിയില്ല, ഏതോ ഒരു രാജ്യത്ത് പോയപ്പോൾ മാഷിൻ്റെ ഒരു കവിത ഒന്ന് കേൾക്കുമോ എന്ന് ചോദിച്ചിട്ട് അനീഷ് ചൊല്ലി എന്നെ കേൾപ്പിക്കണം. ഞാൻ ചൊല്ലുന്നതിൽ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ കാരണം പിന്നെ ഞാൻ സ്ട്രൈക്ക് ചെയ്തിട്ട് ഇങ്ങനെ കേട്ടിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ സന്തോഷം എനിക്ക് എൻ്റെ കവിത അനീഷ് ചൊല്ലുന്ന കേൾക്കുന്നതിനെ. ഏട്ടൻ്റെ അനുഗ്രഹത്തോടെ അനുവാദത്തോടെ ഞാൻ കുറച്ച് ചൊല്ലാം. കുറച്ചല്ല, പൂർണ്ണമായിട്ട്. രേണുകേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ, മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘനഭംഗികൾ, മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘനഭംഗികൾ. ദുരിതമോഹങ്ങൾക്ക് മുകളിൽ എനിക്ക് മറ്റേ വരിയാണ്, ഭ്രമമാണു പ്രണയം വെറും ഭ്രമം, വാക്കിന്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം, എപ്പോഴോ തട്ടി തകർന്നു വീഴുന്നു നാം, നഷ്ടങ്ങളറിയാതെ നഷ്ടപ്പെടുന്നു നാം. സന്ധ്യയും മാഞ്ഞു പകൽ മാഞ്ഞു നോവിന്റെ മൂകാന്ധകാരം കനക്കുന്ന രാവതിൽ, മുന്നിൽ രൂപങ്ങളില്ല കനങ്ങളാൽ നമ്മൾ നിന്നു നിശബ്ദ ശബ്ദരായി. പകലുവറ്റി കടന്നുപോയി കാലവും പ്രണയമൂറ്റി ചിരിപ്പുരൗദ്രങ്ങളും, പുറകിലാരോ വിളിച്ചതായി തോന്നിയോ, പ്രണയമരുതന്നുരഞ്ഞതായി തോന്നിയോ. സന്തോഷം. നമ്മുടെ ഒരു വാക്കോ വരിയോ മറ്റൊരാളുടെ ഹൃദയത്തിലെ സമാന ഹൃദയരായ ഒരാളിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വാക്ക് കൊടുക്കാൻ കഴിയുന്നതിനപ്പുറം നമുക്ക് ഭാഷയുമായി ബന്ധപ്പെട്ടും വൈകാരികതയുമായി ബന്ധപ്പെട്ടും വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പോൾ അനീഷ് ചൊല്ലുമ്പോൾ ഞാനിങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. കാരണം
ചിലയിടത്തൊന്നും ഞാൻ വിചാരിക്കാത്ത വൈകാരിക, അതാണ് കാര്യം, അതാണ് കവിതയുടെ ഊർജ്ജം എന്ന് പറയുന്നത്. നമ്മളൊരു കവിത എഴുതുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഇങ്ങനെ ആയാൽ പോരാന്നൊരു തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. ഞാൻ കന്നഡ എന്ന കവിത എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു എന്നൊക്കെ ഓക്കെ, കന്നഡകൾ വേണമെന്നൊക്കെ പറയുന്നത് കുറച്ച് താഴ്ന്നു പോയെന്നേ. ഒരിക്കലും നമുക്കതിനെ ഒരു തൃപ്തി ഉണ്ടാവില്ല. പക്ഷെ മറ്റൊരാൾ അതിനെ കൺസീവ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതും കൂടെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഊർജ്ജം ഉണ്ട്. അത് രേണുവിക്ക് ആ ആത്മാവ് കിട്ടി, സന്തോഷം. പിന്നെ അല്ല ഏട്ടൻ മറ്റേ ഈ നീ അടുത്തുണ്ടായിരുന്ന കാലം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിരുന്നു. ഓരോന്നും ഈ പ്രണയത്തിന്റെ ഈ മഴ പെയ്തു തോർന്നതിൻ ശേഷം ഒരു കുളിർ കാറ്റ് കവിളിൽ തലോടും തണുപ്പു പോലെ, നഷ്ടപ്രണയത്തിനോർമ്മ പോലി ഇത്രമേൽ മധുരിക്കും അനുഭൂതി വേറെയുണ്ട്. സന്തോഷം. പടിയിറങ്ങുമ്പോൾ പ്രതീക്ഷയായി കിളിവാതിലാരോ തുറന്ന പോലെ, എന്നും പ്രതീക്ഷ പോൽ ജീവിതം വർണ്ണാഭമാക്കുന്ന വർണ്ണമുണ്ടോ. സന്തോഷം. അതൊക്കെ എന്റെ ചില വരികൾ എന്റെ മനസ്സില്ലേ. സന്തോഷം. നീ അടുത്തുണ്ടായിരുന്ന കാലം, നീ അടുത്തുണ്ടായിരുന്ന കാലം ഞാൻ എന്നിൽ അങ്ങനെയല്ലേ സത്യത്തില്? അങ്ങനെ നമ്മൾ വിചാരിച്ചാലേ അങ്ങനെയല്ലേ സത്യത്തിൽ? അങ്ങനെയല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഐഡന്റിറ്റി അല്ല. ഞാൻ ഇപ്പൊ അടുത്ത കാലത്ത് കേട്ട കവിതയിൽ ഏറ്റവും ഞാനൊരു കോളേജിലൊക്കെ പോയപ്പോഴേ ഈ 33 വർഷത്തിന് ശേഷവും 40 വർഷത്തിനൊക്കെ ശേഷമൊക്കെ ഗെറ്റ് ടുഗദർ വരുന്ന സമയത്ത് ഒരു ഫംഗ്ഷന് കണ്ണൂർ ഒരു ടീം വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പാടി, കണ്ടിട്ടും കണ്ടില്ല എന്ന ഭാവത്തിൽ നീ കണ്ണുകൊണ്ടം പെയ്ത ബാല്യകാലം. സത്യം, അങ്ങനെ കാലമുണ്ട്. നോക്കുന്നതെന്തിന് നീ എന്ന് നീ നേരം വെളുത്താൽ നിനക്കായി വരമ്പത്തെ നീളും നിഴൽ നോക്കി നിന്ന കാലം, മുന്നോട്ട് പോയിട്ടു പിന്നോട്ട് നോക്കി നീ കണ്ടു ഞാനെന്നോ ചിരിച്ച കാലം. അതായത് ഈ പെൺകുട്ടികള് നമ്മളിങ്ങനെ കണ്ടിട്ട് അവർക്ക് നടന്നു പോകുമ്പോ ഞാനിങ്ങനെ അഭിനയിച്ച് കാണിച്ചു, മുന്നോട്ട് പോയിട്ട് പിന്നോട്ട് നോക്കി നീ കണ്ടു ഞാനെന്നു ചിരിച്ച കാലം. അങ്ങനെ പറഞ്ഞല്ലേ? അക്കാലമാണ് ഞാൻ ഉണ്ടായിരുന്നതെന്ന് ഇക്കാലമത്രേ തിരിച്ചറിഞ്ഞു. അയ്യോ, അത് ഓരോ വരികൾ നമ്മളിങ്ങനെ, അക്കാലമാണ് ഞാൻ ഉണ്ടായിരുന്നത് എന്ന് ഇക്കാലമത്രേ തിരിച്ചറിഞ്ഞു. എനിക്ക് വേറെ ഒരു ഓർമ്മ, ഞങ്ങൾ അടുത്ത ഒരുമിച്ച് മുരുകൻ ഒരുമിച്ച് ധാരാളം യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ചൈനയിൽ പോയപ്പോൾ കഴിഞ്ഞ ഒരു ട്രിപ്പിന് ക്രൂസ് കോമ്പറേഡ് എന്നൊരു കമ്പനിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ പോയി യാത്ര ചെയ്തിരുന്നു. അപ്പം 10-15 പേരുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഏറ്റവും രസകരമായി തോന്നിയത്, ഞങ്ങൾ ലോകാത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ലോകാത്ഭുതങ്ങൾ കാണുമ്പോൾ ചൈന ആദ്യത്തെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുക. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നടുക്കിരുന്നിട്ട് മുരുകൻ ചേട്ടൻ ചൊല്ലിയൊരു കവിതയുണ്ട്. മനുഷ്യനാ, അതാണ് മാർക്സിസം. അത് മാർക്സിനെ കുറിച്ചാണ്. കുഴപ്പമില്ല. മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം, എങ്കിലെന്തു തോൽക്കുകയില്ലതാണു മാർക്സിസം. തോൽക്കുകയില്ല, തോറ്റുവെങ്കിലില്ല മാർക്സിസം. സോ അത് പാടി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകൾ ഒത്തം കൂടി, ഇറ്റലിക്കാരൻ വന്ന് നമുക്കൊപ്പം താളം വെക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസത്തിന്റെ അങ്ങ് ഏറ്റവും ഒരു രാഷ്ട്രത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു കാര്യമില്ല. കാരണം എന്താ പറയാ, കമ്മ്യൂണിസം എന്നല്ല, ഗാന്ധിസം എന്നല്ല, മാർക്സിസം എന്നല്ല, ക്രിസ്ത്യാനിറ്റി എന്നല്ല, അല്ല ഇസ്ലാമിസം എന്നല്ല, മനുഷ്യരാണ് പ്രധാനം.
അതിൽ ഈ പറഞ്ഞ ആളുകളിൽ നിന്ന് കൊള്ളാവുന്ന കാര്യങ്ങളെ കൺസീവ് ചെയ്തോ ഇല്ലേ എന്നുള്ളതാണ് പ്രധാനം. നമ്മളിപ്പോൾ വർത്തമാനകാലത്ത് അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുകയാണ്, സ്ഥാപനവൽക്കരിക്കുകയാണ്. അവർ പറഞ്ഞ കാര്യത്തെ കൺസീവ് ചെയ്യുന്നില്ല, അവരെ വിഗ്രഹങ്ങളാക്കുന്നു. അപ്പം മാർക്സിനെ വിഗ്രഹമാക്കുന്നു, മാർക്സ് മറ്റത് എന്ന് പറയുന്നു. ക്രിസ്തുവിനെ എല്ലായിടത്തും വിഗ്രഹമാക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി പള്ളികൾ ഉണ്ടാക്കുന്നു, നബിക്ക് വേണ്ടി പ്രാർത്ഥന അവസാനത്തെ കക്ഷിയാണെന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. അങ്ങനെയൊന്നും അല്ലല്ലോ. അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് നമ്മൾ എടുക്കുന്നില്ല. എന്നിട്ട് അവരെ കൊണ്ടാടിയാൽ ഗുണം കിട്ടുമെന്ന് വിചാരിക്കുന്നു നമ്മൾ. വേണ്ടുന്ന കാര്യം ഉൾക്കൊള്ളാൻ അവർ പറഞ്ഞു തന്നിട്ട് പോയാൽ ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓരോരുത്തരും അവനവൻ്റെ കഴിവിനനുസരിച്ച് സമൂഹത്തിന് കൊടുക്കുകയും അവന് ആവശ്യമുള്ളത് മാത്രം എടുക്കുകയും ചെയ്യണം. അപ്പം മിച്ചം ഉണ്ടാകും. ആ മിച്ചത്തിൻ്റെ പേരാണ് സർപ്ലസ് വാല്യൂ. ആ സർപ്ലസ് വാല്യൂ ദുർബലനെടുക്കും. അങ്ങനെ വരുമ്പോൾ തുല്യത ഉണ്ടാകും. മാവേലി നാട് വാണിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ നമ്മൾ സ്വപ്നം കണ്ടില്ലേ? അതാണ് മാർക്സ് പറഞ്ഞത്. ഓരോരുത്തരും ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്. കഴിവിനൊത്തു പണിയണം, ചെലവിനൊത്തെടുക്കണം, മിച്ചമുള്ളതോ പകുത്തു പങ്കുവയ്ക്കണം. ഞാനുമില്ല നീയുമില്ല നമ്മളാകണം എന്നാണ്. നമുക്കു നമ്മളെ പകുത്തു പങ്കു. ഇത് കാണില്ല. എന്നിട്ട് മാർക്സ് മോശക്കാരനാണ്, ബഹളം, ഇയാൾ കുഴപ്പക്കാരനാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ, ക്രിസ്തു കുഴപ്പക്കാരനെന്ന് പറഞ്ഞ് കുറേ ആളുകൾ, ഗാന്ധി കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞ് കുറേ ആളുകൾ. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. എടുക്കേണ്ടത് എടുക്കാതെ എടുക്കേണ്ടത്. അതാണ് ഇപ്പോൾ എപ്പോഴും സംഭവിക്കുന്നത് അല്ലേ? അതാണ് നമ്മളിപ്പോൾ ഓരോരുത്തരും പറഞ്ഞു വിൽക്കുന്ന കാര്യങ്ങൾക്ക് ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം അത് അവരെല്ലാം കോമ്പറ്റീറ്റീവ് അല്ല. ഇപ്പം മാർക്സും ഗാന്ധിയും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നവരല്ല. അവർ പറഞ്ഞു വച്ചിരിക്കുന്നത് കോംപ്ലിമെൻ്ററി ആണ്, പരസ്പര പൂരകമാണ്. അത് എടുക്കാനുള്ള ശേഷി നമുക്കില്ല, അതിനുള്ള പ്രാപ്തി നമുക്കില്ല. അതാണ് സത്യം, പ്രാപ്തിയില്ല. അതാണ് അവർ പറഞ്ഞത് ഉൾക്കൊള്ളാനോ അത് മനസ്സിലാക്കാനോ അത് ഈ സ്വായത്തമാക്കാനോ ഉള്ളൊരു ശേഷി നമുക്കില്ല. കവിതകൾ എഴുതി നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്നേരം ഭയങ്കര വാക്ക് വീണ്ടും ഒന്ന് ക്ഷമിക്കണം. അല്ല, അത് നല്ലതാണ്. ചില സാധനങ്ങൾ നമ്മളങ്ങനെ പറഞ്ഞാണ് അത് സംഭവിക്കുന്നത്. അങ്ങനെ ഭയങ്കരം ഇപ്പം ഭയങ്കരമല്ല. അതെ, അതൊക്കെ മാറി. ഇപ്പൊ ഒരു വേറെന്തോ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അടിപൊളി എന്ന് പറയും പോലെ ആയി. സിനിമാ ഗാനങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ടല്ലേ ഏട്ടൻ? ഈ പറഞ്ഞ പോലെ ധാരാളമല്ല, കുറച്ച്. പക്ഷെ എഴുതെല്ലാം ഹിറ്റായിരുന്നല്ലേ മിക്കവാറും. പുലിമുരുകനിലെ മനത്തെ മനത്തെ മാറിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ, മടത്തെ മടക്കിടങ്ങൾ വാ ഉറങ്ങാരോ. അത് ഈണം ഇട്ടിട്ട് എഴുതിയതാണ്. ഗോപിസുന്ദർ ഈണം തന്നിട്ടാണ്. പക്ഷെ ഈ വൈശാഖ് പറഞ്ഞു, അണ്ണ പിന്നെ അണ്ണൻ്റെ പേരിൽ ഞാനൊരു സിനിമ എടുക്കുന്നു, പുലിമുരുകൻ എന്നാണ് എൻ്റെ പേര്. അതിൽ പുലിമുരുകൻ്റെ കുഞ്ഞുകാലത്തെക്കുറിച്ചൊരു കവിത വേണം ആദ്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വേണ്ട, കവിത വേണ്ട, ഗോപിസുന്ദർ ഒരു ഈണം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലേക്ക് ഈ സാഹചര്യത്തിൽ എഴുതണം. മനത്തെ അല്ലല്ല, ഫസ്റ്റ് സിനിമയല്ല, ഒരുപാട് സിനിമ എഴുതിയ നേരത്തെ. ചെറിയ ഉദാഹരണത്തിന് പറയാൻ അല്ല, ഒരു നാൾ വരും എന്നൊരു സിനിമയുണ്ട്, ഒരു നാൾ വരും. അത് ലാലേട്ടനും പിന്നെ ശ്രീനിവാസൻ ചേട്ടനുമായിട്ട് ചെയ്തതാണ്. ടി.കെ. രാജകുമാർ ഏട്ടനാണ്. അതാണ് ഞാൻ സ്വതന്ത്രമായി എഴുതുന്നത്. അതിനകത്തൊരു പാട്ടുണ്ട്, മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരും നിൻ ബാല്യം, ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമയാണെൻ്റെ ബാല്യം, ചെളിമണ്ണിൽ പാവാട ചായം തേക്കും അതു കാണേ കളിയാക്കുമിളനാമ്പുകൾ, കളിയാടുന്ന പാടത്തെ കതിരോർമ ബാല്യം മാവിൻ ചോട്ടിൽ. അങ്ങനെ പാടണ്ടതിനകത്ത് അല്ലേ? പകലിനെ സ്നേഹിച്ചു കൊതിത്തീരതൊരു പൂവ്
പടിഞ്ഞാറു നോക്കി കരഞ്ഞു, അവൾ മുഖമൊന്നുയർത്താതെ നിന്നു. അത് സൂര്യകാന്തി പൂ അങ്ങനെയാണ്. പകലിനെ സ്നേഹിച്ച് കൊതി തീരാതെ ആദ്യം പടിഞ്ഞാറ് നോക്കും, പിന്നെ ഉച്ചയ്ക്ക് ഇങ്ങനെ നേരെ നോക്കും, അല്ല ആദ്യം കിഴക്ക് നോക്കും, പിന്നെ ഉച്ചയ്ക്ക് ഇങ്ങനെ നോക്കും, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പടിഞ്ഞാറ് നോക്കി കരഞ്ഞു അവൾ. ഞാൻ പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമാ ഗാനം എഴുതുക എന്നുള്ളത് എൻ്റെ ഒരു കൺസേൺ അല്ല. അതാണ് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഒരു ഒരു വിഷനുണ്ട്. അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം മലയാള സിനിമയിൽ 10 പാട്ട് എഴുതുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ടില്ല. 10 അല്ല 10, 50 പാട്ട് എഴുതി. പക്ഷേ ഞാൻ വിചാരിച്ച 10 പാട്ടായിട്ട് ഏതാണ്ടായി. ഇനി ഒരു 2-3 പാട്ട് എഴുതിയാൽ മതി. അതൊരു പാട്ടാണിത്. അതുപോലെ ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ, എൻ്റെ കരൾ കുമ്പിളിൻ ചാറ്റുമഴ ചോലയിൽ വന്നു പൂത്തുലഞ്ഞിടുമോ ചൊല്ലാതിരേ ചെന്താമരേ. അങ്ങനെ പാട്ടുണ്ട്. ചെമ്പകപ്പൂങ്കട്ടിലെ ചിത്ര, അത് ഒരു പാട്ടല്ലേ. അതുപോലെ പിന്നെ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ആഗ്രഹിച്ച ചില പാട്ടുകൾ വന്നിട്ടുമില്ല. പറങ്കിമല എന്ന് പറയുന്ന സിനിമയുണ്ട്. അത് പിന്നെ റീമേക്ക് ചെയ്ത സിനിമയാണ്. അല്ല പിന്നെ ആരാണ് എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തിൻ്റെ മകൻ എടുത്താണ്. പക്ഷേ പടം പോയില്ല. അതിനകത്ത് ഗംഭീരം പാട്ടുണ്ട്. പക്ഷേ പടം വിജയിച്ചില്ലെങ്കിൽ, ഇപ്പോൾ പണ്ടാണെങ്കിൽ പടം വിജയിച്ചില്ലെങ്കിലും പാട്ടുകൾ, പക്ഷെ ഇപ്പോൾ ഒരു കാര്യമില്ല. അങ്ങനെ ഗംഭീരം പാട്ടുകളുണ്ട്. ഉദാഹരണത്തിന് പിക്കറ്റ് 43 എന്നൊരു പടമുണ്ട്, മേജർ രവിയുടെ മനോഹരമായ സിനിമയാണ്. പൃഥ്വിരാജാണല്ലേ. അതിനകത്തൊരു പാട്ടുണ്ട് കേട്ടോ. പാകിസ്ഥാനും ഇന്ത്യയിലെയും മനുഷ്യർ മനുഷ്യരാണ് എന്ന് കാണിക്കുന്നൊരു പാട്ടാണ്. ഒരു പിക്കറ്റിൽ 2 ആളുകൾ അപ്പുറം ഇപ്പുറം. അപ്പുറത്തൊരു പാകിസ്ഥാനി സൈനികൻ, ഇപ്പുറത്തൊരു മലയാളി സൈനികൻ. വേറെ ലോകത്ത് ആരുമില്ല. അവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഒരു സാധനമാണ്. ഒരു പുഴയും മറുപുഴയും ചേർന്നാൽ മാരി മഴ മാഞ്ഞു പോയി, അങ്ങനെ പാടുണ്ട്. കാറ്റിലില വീണു പോയി, ഒരു പുഴയും മറുപുഴയും ചേരുമ്പോൾ ഒരു നദിയായി കരകവിയാതൊഴുകുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ഒന്ന് ചേർന്ന, പണ്ട് ബഷീർ പറഞ്ഞത് ഒന്നും ചേർന്ന ഇമ്മിണി ബലിയോ. അതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന 2 ആവുന്നത് എന്തായിരിക്കും? ഒരു വലിയ ഒന്നാവും. അതുപോലെ 2 മനുഷ്യർ ചേർന്നാൽ ഉണ്ടാകുന്ന മൂന്നാമത്തൊരു മനുഷ്യരല്ല, 2 മനുഷ്യർ പരസ്പരം ചേർന്നാൽ ഒരു ഇമ്മിണി വലിയൊരു മനുഷ്യരായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയൊക്കെ സ്പേസ് സിനിമയിൽ വളരെ കുറവാണ്. സിനിമ വേറൊരു മേഖല. പുതിയ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. പുതിയ തരം പാട്ടുകളോട് എങ്ങനെയാണ്? എനിക്ക് വലിയ ഇഷ്ടം. റാപ്പൊക്കെ പിന്നെ എനിക്ക് വലിയ ഇഷ്ടം. അത്തരത്തിൽ അടിപൊളി പാട്ടുകൾ എഴുതാനായിട്ട് ആരെങ്കിലും സമീപിക്കുക അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് വേടനെ വലിയ ഇഷ്ടമാണ്. വേടൻ എന്ന് പറയുന്ന പയ്യൻ, അദ്ദേഹം എഴുതുന്ന പാട്ടുകൾക്ക് ഒരു ആത്മാവുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളിൻ്റെ പ്രൈവറ്റ് ലൈഫ് വെച്ചിട്ട് ഒരാളിനെ നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ലോകത്ത് ആരുടെ സംഗതി ആസ്വദിക്കാൻ പറ്റും, ആരുടെ സംഗീതം. ഞാൻ പറയട്ടെ, വിവരമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് കവികളുടെ പേഴ്സണൽ പശ്ചാത്തലം എടുത്തൊന്ന് പരിശോധിക്കൂ. നമ്മൾ കാണുന്ന കവികളുടെ വയലോപ്പിള്ളിയുടെ, ചങ്ങമ്പുഴയുടെ എല്ലാവരുടെയും പശ്ചാത്തലം ഒന്ന് പരിശോധിക്കൂ. അങ്ങനെ പശ്ചാത്തലം വെച്ചിട്ട് അസസ് ചെയ്യാൻ നിന്നാൽ നടക്കില്ല. വേടൻ ഗംഭീരമായി ഈ റാപ്പ് സംഗീതത്തിനകത്ത് മലയാളം ചരിത്രം, മലയാളി അനുഭവിച്ച ദുഃഖങ്ങളെ കൃത്യമായി കുഞ്ഞു കാര്യത്തിൽ പുതിയ തലമുറയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതാൻ കഴിയുന്നൊരു കവിയാണ് അയാൾ. പുള്ളി എനിക്ക് വലിയ ഇഷ്ടമാണ്. ഉദാഹരണത്തിന് റാപ്പ് സംഗീതത്തെക്കുറിച്ച് ഈ വർഗീയവാദികൾ വർത്തമാനം പറയുന്നുണ്ട്. അവർ പറയുന്നത് ഭാരതീയമല്ലെന്നൊക്കെയാണ്. ഈ ഭാരതീയം എന്ന് പറയുന്ന സാധനം എന്താ? അത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആളുകൾ വന്നപ്പോഴാണ് നമ്മളെല്ലാം വെളുത്തത്. അപ്പോൾ അതിനു മുമ്പ് ഭാരതീയം എന്ന വാക്കുണ്ടോ? ഇല്ലല്ലോ. ക്രിസ്തു ജനിക്കുന്നതിന് 4000 വർഷങ്ങൾക്ക് മുമ്പ് സിന്ധു നദിയുടെ തീരങ്ങളിൽ കറുത്ത വർഗ്ഗക്കാരായ നമ്മുടെ അച്ഛനപ്പന്മാർ ഉണ്ടായിരുന്നു. അവരെയല്ല ഈ ഭാരതീയം എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്.
ഈ റെപ്രസെൻ്റ് ചെയ്യുന്ന ഭാരതീയം എവിടെ നിന്ന് വന്നതാണ്? മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നതാണ്. അവരുടെ പേര് ആര്യൻസ് എന്നാണ്. അവരാണ് വടക്കേ ഇന്ത്യയിൽ നമ്മൾ അന്ന് സിന്ധു നദീതട തീരങ്ങളുണ്ടായിരുന്ന ആളുകൾ പലായനം ചെയ്ത് വന്നതാണ് നമ്മുടെ നാട്. അതുകൊണ്ടാണ് ദ്രാവിഡന്മാർ. അതുകൊണ്ടാണ് തെലുങ്കാനയിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും കർണാടകയിലും കേരളത്തിലും എല്ലാം ശ്രീലങ്കയിലും എല്ലാം ഈ കറുത്ത മനുഷ്യരുള്ള സിന്ധു നദീതട തീരങ്ങളിൽ നിന്ന് ഓടിച്ചവരാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഇന്ത്യൻസ് എന്ന് പറയുന്ന ആരാ? ഇന്ത്യൻസ് എന്ന് നമ്മളാരും വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കുന്ന അന്ന് വിചാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വന്നത് എവിടുന്ന? അവർ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നവരാ. അതെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മളിങ്ങനെ പലയിടത്തുനിന്നും കണ്ടും കേട്ടും കൊണ്ടും അറിഞ്ഞും അല്ലേ നമ്മൾ വന്നതാണ്. തീർച്ചയായിട്ടും സംസ്കാരമേ അങ്ങനെ തന്നെയാണ്. എല്ലാം. ഏട്ടൻ ഇടയ്ക്ക് ചില നാടൻ പാട്ടുകൾ പാടും. നമ്മൾ ഇടയ്ക്ക് ഈ ഫിലിം ഫെസ്റ്റിവലിൽ വന്നപ്പോൾ ഒരു നാടൻ പാട്ട് പാടുന്നത് ഏട്ടൻ തന്നെ എന്തോ അല്ലെ? അല്ല, ഞാൻ പറയുന്നത് നാടൻ പാട്ടല്ല. ഞാൻ എൻ്റെ നാട്ടിലെ വാക്കുകളൊക്കെ വെച്ചിട്ട് കവിത എഴുതാറുണ്ട്. അതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞത്. അതായത് 90s 90കളിലാണ് ഈ ഗ്ലോബലൈസേഷൻ കയറി വരുന്നത്. പാഠം പഠിച്ചിടാം കൂട്ടുകാരെ, പാഠം മറഞ്ഞു പറാമറിഞ്ഞു, പാടുപെട്ടുണ്ണുന്ന കാലവും മാഞ്ഞുപോയി, പാതവക്കത്തെ മരത്തണൽ മാഞ്ഞുപോയി. അങ്ങനെ കവിത. അതായത് 90കളിലാണ് ഈ ഗ്ലോബലൈസേഷൻ ഇടിച്ചു കയറുന്നത്. അപ്പോൾ 90കൾക്ക് മുമ്പും 90കൾക്ക് ശേഷവും നമ്മുടെ ചരിത്രം അങ്ങനെ ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ളതാണ് ആ കവിത. ഈ നാത്തൂൻ പാട്ട്, നാത്തൂനെ നാത്തൂനെ നാം എങ്ങോട്ടോടണ് നാത്തൂനെ, നാത്തൂനെ നാത്തൂനെ നാം എങ്ങോട്ടോടണ് നാത്തൂനെ, നാടോടുമ്പം നടുവേ ഓടണ് നടുവൊടിഞ്ഞെങ്കിൽ ഇരുന്നോളൂ, നാത്തൂനെ നാത്തൂനെ നാം എന്തു കുടിക്കണ് നാത്തൂനെ, നാത്തൂനെ നാത്തൂനെ നാം എന്തു കുടിക്കണ് നാത്തൂനെ, കാടിയ മൂടിയും കോള മൂടാതെയും ആടിക്കും ഓടിക്കും എന്തു ഛേദം, കാടിയ മൂടിയും കോള മൂടാതെയും ആടിക്കും ഓടിക്കും എന്തു ഛേദം, നാത്തൂനെ നാത്തൂനെ നാം എന്തൊക്കെ തിന്നണ് നാത്തൂനെ, നാത്തൂനെ നാത്തൂനെ നാം എന്തൊക്കെ തിന്നണ് നാത്തൂനെ, ചേര നടുക്കണ്ടൻ ചോര കലക്കിയ പാരമ്പര്യ കുരുച്ചെന്നായം, ചേര നടുക്കണ്ടൻ ചോര കലക്കിയ പാരമ്പര്യ കുരുച്ചെന്നായം, നാത്തൂനെ നാത്തൂനെ നാം എന്താണറിയണ നാത്തൂനെ, കണ്ടാലറിയത്ത കൊണ്ടാലറിയണ കണ്ടുകെട്ടൽ കടച്ചെണ്ട കൊട്ട്, കണ്ടാലറിയത്ത കൊണ്ടാലറിയണ കണ്ടുകെട്ടൽ കടച്ചെണ്ട കൊട്ട്, നാത്തൂനെ നാത്തൂനെ നാം ആരൊക്കെ എന്തൊക്കെ നാത്തൂനെ, 1000 ജാതികൾ 1000 ചേരികൾ 50,000 നീയും ഞാനും, 1000 ജാതികൾ 1000 ചേരികൾ 50,000 നീയും ഞാനും, 1000 ജാതികൾ 1000 ചേരികൾ 50,000 നീയും ഞാനും, നാത്തൂനെ നാത്തൂനെ നാം ഓടിയടുക്കണതെങ്ങോട്ട്, വെള്ളത്തൊലിയുള്ള പുള്ളി ഉടുപ്പിട്ട കങ്കാണിമാളക്കൊടുക്കിലേക്ക്, കങ്കാണിമാളക്കൊടുക്കിൽ എന്തൊക്കെ കാത്തിരിപ്പുണ്ടെൻ്റെ നാത്തൂനെ, കുപ്പിയിൽ വെള്ളത്തിന് 5 കാശ് ജീവവായു പൊതിഞ്ഞതിന്നിട്ട്. ഞാൻ ഈ കുപ്പിയിൽ വെള്ളക്കുപ്പി ഉണ്ടാകുന്നതിന് മുമ്പ് എഴുതിയതാണത്. അതായത് നമ്മളെ മുറുക്കാൻ കടകളിൽ വെള്ളക്കുപ്പികൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് എഴുതിയ കവിതയാണ്. ഇനി വരാൻ പോകുന്ന ജീവവായു, ഓക്സിജൻ ഇതുപോലെ വിൽക്കുന്നൊരു കാലം വരും. അപ്പം അന്ന് ആദ്യത്തെ പ്രോസസ്സ് കഴിഞ്ഞു. കുപ്പിയിൽ വെള്ളത്തിന് 5 കാശ് ജീവവായു പൊതിഞ്ഞതിന്നിട്ടു കാശ്, സെന്റ് പുരണ്ട വിയർപ്പുമണം പിന്നെ ഓട്ടക്കാലഞ്ചണ വിറ്റു ബാക്കി, കാണം വിറ്റാലെന്ത് നാണം വിറ്റാലെന്തിന്നോണം വിറ്റാലെന്ത് നാത്തൂനെ, കാണം വിറ്റാലെന്ത് നാണം വിറ്റാലെന്തിന്നോണം വിറ്റാലെന്ത് നാത്തൂനെ, ഓട്ടക്കാലഞ്ചണ കിട്ടുമെങ്കിൽ പിന്നെ ഞാനോടട്ടെ നാത്തൂനെ, ഓട്ടക്കാലഞ്ചണ കിട്ടുമെങ്കിൽ പിന്നെ ഞാനോടട്ടെ നാത്തൂനെ, ഞാനോടട്ടെ നാത്തൂനെ നിന്റെ പോഴവും വേഴവും പിന്നെ പിന്നെ, ഞാനോടട്ടെ നാത്തൂനെ നിന്റെ പോഴവും വേഴവും പിന്നെ പിന്നെ. അടിപൊളി. എന്തായാലും എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ
ഇപ്പോൾ ഏട്ടൻ്റെ കവിതകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് സാമൂഹിക പ്രതിബദ്ധത, അല്ലെങ്കിൽ ഈ കാലത്തിനോടുള്ള കലഹം, മാതൃസ്നേഹം, സൗഹൃദം, ബാല്യം, പ്രണയം, എല്ലാ സബ്ജക്റ്റിലേക്കും കടന്നു പോയിട്ടുണ്ട് അല്ലേ ഏട്ടൻ? ഏകദേശം ഒരു നമ്മൾ ഈ കൈരളിയിലൊരു പ്രോഗ്രാമാണ്, താരോത്സവം എന്നൊരു ഷോ ആയിരുന്നു അത്. അപ്പോൾ അതിനകത്ത് കവികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഞാൻ ഓപ്റ്റ് ചെയ്തത് കുഞ്ചൻ നമ്പ്യാരായിരുന്നു. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ കുറേ അതുമായി റിലേറ്റ് ചെയ്ത കുറേ പുസ്തകങ്ങൾ വായിക്കുകയും, പിന്നെ ഇടയ്ക്ക് കുഞ്ചൻ നമ്പ്യാർ നാടകം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ചൻ നമ്പ്യാർ എന്ന പേരിൽ തന്നെ നാടകം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ചേട്ടൻ വക്കമ്പോട് ഞാൻ സംസാരിച്ചിരുന്നു. അതിൻ്റെ കഥ എങ്ങനെയാണെന്ന് ചോദിച്ചു. അങ്ങനെ പലയിടത്തുനിന്നും കിട്ടിയതില്ലാതെ ചേർത്ത് വെച്ചിട്ട്, എന്നാൽ വളരെ റിയാലിറ്റിയിൽ, അതായത് അദ്ദേഹത്തിന് എത്ര കവിതകൾ എഴുതിയിട്ടുണ്ട്, ഏതൊക്കെയാണ്. അദ്ദേഹം കല്യാണ സൗഗന്ധികം മാത്രമാണ്, അത് ശീതങ്കത്തുള്ളിലായിരുന്നു. ബാക്കി പിന്നീട് എഴുതിയെല്ലാം ഓട്ടംതുള്ളലുകളായിരുന്നു. ഓട്ടംതുള്ളൽ പുള്ളി ചെയ്തിട്ടേ ഇല്ല. അന്ന് അദ്ദേഹത്തോട് കലഹിച്ചതിന് ശേഷം അമ്പലപ്പുഴയിലേക്ക് വെച്ചിട്ട് അദ്ദേഹം ഈ ചെയ്ത ഒരു ഇത് ശീതകത്തുള്ളിൽ മാത്രമേ ഉള്ളായിരുന്നു. ആ വേഷത്തിലാണ് ഞാൻ വരുന്നത്, വേദിയിൽ വരുന്നത്. പിന്നെ പിൽക്കാലത്ത് ഈ പറഞ്ഞ കണക്ക് ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്ന് മാർത്താണ്ഡവർമ്മയോട് പറഞ്ഞിട്ട്, മാർത്താണ്ഡവർമ്മയിൽ നിന്ന് പുരസ്കാരങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ പുള്ളി അദ്ദേഹം തിരിച്ചു പോയെന്നും, തൻ്റെ നാട്ടിലേക്ക് പോകുന്ന വഴിക്കിലാണ് പേപ്പട്ടി കടിച്ചുവെന്നും പേവിഷബാധ ഏൽക്കുന്നതെന്നും, ആ സമയത്താണ് തൻ്റെ കാമുകി വരുന്നതെന്നൊക്കെ ഉള്ള അതൊരു എന്താ പറയുന്നത്, അതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ ഞാനായിരുന്നു. അല്ല, അതിനകത്ത് എനിക്ക് ഏറ്റവും ഭയങ്കരമായി തോന്നിയത്, അത് സാധാരണ ഒരു നാടകീയത അത് തുടക്കം മുതലുണ്ട്. പക്ഷേ വെള്ളം തരുന്നൊരു സാധനമല്ലേ, വെള്ളം തരുന്നു, നിങ്ങൾ തമ്മിൽ വർത്തമാനം, അത് പ്രണയത്തിൻ്റെ വളരെ ചെറിയ സ്പോട്ടിൽ അഗാധമായ ഒരു പ്രണയത്തെ അടയാളപ്പെടുത്തിയതിന് ശേഷം പെട്ടെന്ന് മാറുന്നില്ലേ? അതനുസരിച്ച് എങ്ങനെ ഒരുപാട് ഇപ്പം ചെയ്യാൻ പറ്റുമോ? അയ്യോ, അത് കാരണം നമ്മളത് ഈ പറഞ്ഞ പോലെ എഴുന്നേറ്റ്, അതാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് ഞാൻ ഒരിക്കലും പറ്റില്ല. അത് ഒരു വലിയ പേവിഷബാധ ഏൽക്കുന്നതല്ലേ ഏട്ടാ? അതെ അതെ അതെ. പെട്ടെന്ന് ഒരു സാധനം പേവിഷബാധ ഏറ്റവും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഈ വൈദ്യര് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും വെള്ളം നോക്കരുത്. പിന്നെ ഈ എന്താ നാരങ്ങ വെള്ളം ഇതൊക്കെ മാറ്റി വയ്ക്കണം, ഒന്നും ഉപയോഗിച്ചുകൂടാ, കണ്ടുകൂടാ എന്ന് പറയും. കാരണം നിങ്ങൾക്കിത് വന്നു കഴിഞ്ഞു, പേവിഷബാധ ഏറ്റു കഴിഞ്ഞു എന്ന് പറയും. ആ സമയത്താണ് കാമുകി വന്നിട്ട് ഒരുപാട് ഇഷ്ടമുള്ള പാൽപ്പായസം കൊണ്ടുവരും. അപ്പോൾ അങ്ങക്ക് ഇഷ്ടമുള്ള പാൽപ്പായസം എന്ന് പറയും. അപ്പോൾ പറയും, അപ്പോൾ ഇപ്പോൾ ഓർക്കും പാൽപ്പായസം പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാമുകി ചോദിക്കും, അപ്പോൾ എന്ത് ചോദിക്കും, എന്ത് പറ്റി ഇഷ്ടമായില്ലെന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഏറെ പ്രിയമുള്ളത് അതിലേറെ പ്രിയമുള്ള ഒരാൾ സമ്മാനിക്കുമ്പോൾ അരുതെന്ന് പറയുന്നത് എങ്ങനെയാ ലക്ഷ്മിയെ? എന്നിട്ടാണ് അത് വാങ്ങുന്നത്. അത് വാങ്ങി ഇങ്ങനെ കുടിച്ചു. അപ്പോൾ തന്നെ പുള്ളിക്ക് ചെറിയൊരു പരിഭ്രാന്തി വരുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ ആകി പിന്നെ പറയുന്നുണ്ട്, വെള്ളം എന്ന് പറയുമ്പോൾ വെള്ളം കൂടെ വെള്ളം കണ്ടുകൂടല്ലോ ഈ പേവിഷാദിൻ്റെ ആൾക്ക്. അപ്പോൾ പുള്ളി ഇങ്ങനെ എന്ന് പറഞ്ഞ പുള്ളി ആ പേവിഷബാധ ഏറ്റ പിന്നെ നായെപ്പോലെ നമ്മൾ മാറുമെന്നാണ് പറയുന്നത്. അതുപോലെ ഇങ്ങനായി ആണ് അദ്ദേഹം മരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മളത് വിഷ്വൽ ചെയ്യാൻ പറ്റിയെന്നുള്ളതായിരുന്നു. അതൊന്നും അത് ഭയങ്കര അനീഷിനെ എനിക്ക് ഹൃദയത്തിൽ കൊണ്ടുപോയി കേട്ടോ, ആ ചെറിയ സാധനം കണ്ടപ്പോഴേ. അടുത്ത ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, രാത്രിയൊന്നും ഉറങ്ങാൻ പറ്റില്ല എനിക്ക് അത് കണ്ടിട്ട്. അത് നമ്മൾ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഇത് ഒക്കെ വലിച്ച് ഒറ്റ ടേക്കിൽ നമ്മൾ അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, കാരണം സിനിമയിലാണെങ്കിലേ പല പ്രാവശ്യം എടുക്കാം, പക്ഷെ ആ വേദിയിലുള്ള അതൊരു ഭാഗ്യമാണ്. അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊരു ദൈവീകതയാണല്ലോ. നമ്മൾ എഴുതുമ്പോഴും പറയുമ്പോഴൊക്കെ അറിയാതെ ചില ഒരു ശക്തി നമ്മളിലേക്ക് വരുമെന്ന് പറഞ്ഞ പോലെ, അത് എഴുതുമ്പോൾ അങ്ങനെ എഴുതാൻ പറ്റി, ചെയ്തപ്പോൾ അങ്ങനെ ചെയ്യാനും പറ്റി. അതൊക്കെ ഒരു ഭാഗ്യം. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ പറഞ്ഞ കണക്ക് എന്തോ ഒരു നിമിത്തം പോലെ അങ്ങ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഏട്ടനെ പോലെ ഒരാളത് കണ്ടിട്ട് വീണ്ടും ഇങ്ങനെ പറയാൻ. അത് പി രാമചന്ദ്രൻ എന്ന കവിയുണ്ടേ, നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു സാധനമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഉണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാം ഒരു കൂവൽ മാത്രം മതി. അനീഷിൻ്റെ ഏറ്റവും വലിയ കൂവലാണ് കുഞ്ചൻ നമ്പ്യാരെ. ഇങ്ങനെ കുഞ്ചൻ നമ്പ്യാരെയൊക്കെ നമ്മളെ ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ. സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നൊരു കാലത്ത് ജീവിച്ച ഒരു മനുഷ്യൻ ഇങ്ങനെ മരിച്ചു കാണും, അതിൻ്റെ വേദന നമ്മളിപ്പോഴും കൊണ്ടു കിടക്കുന്നുണ്ടല്ലോ. അതാണല്ലേ? അതെ 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 അതെ. അല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ചർച്ച ചെയ്തില്ലേ ഈ മലയാളത്തിലെ ആദ്യത്തെ ജനകീയനായ കവിയായ നമ്പ്യാരെ പറ്റി നമ്മളിപ്പോൾ ഇപ്പോഴും സംസാരിക്കുന്നു.
അത് അന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയ ആ അടയാളങ്ങളാണ്. അല്ല അനീഷ, ഞാൻ പറയുന്നത് ഇപ്പം മലയാളത്തിലെ മീഡിയ മാധ്യമങ്ങളിൽ നിൽക്കുന്ന കലാകാരന്മാരൊന്നും അങ്ങനെയൊന്നും എഴുത്തുകാരെ ഇതുപോലെ ഒന്ന് എന്ത് ചെയ്യുന്നില്ല, കൺസീവ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു അനീഷ് ഈ ഭാഷ പഠിച്ചത് കൊണ്ടായിരിക്കുമോ? അതുകൊണ്ടാണോ? അതും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട് നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ശാർക്കര ക്ഷേത്രവും ഈ പറഞ്ഞ അത് ഒരു കലയുടെ നാടാണ്, ഈ കലാകാരന്മാരുടെ നാടാണ്. പിന്നെ നമ്മൾ കണ്ടു വളർന്നത് അവിടുത്തെ കാളിയൂട്ടും ഒക്കെ ആയിരുന്നു. ഞാൻ പഠിക്കുന്ന അങ്ങനെയാണ് കടമ്മനിട്ട് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കാളിയൂട്ട്, അവിടുത്തെ പടയണി, കടമ്മനിട്ട് കാവിലെ പടയണി വെച്ചിട്ടല്ലേ അദ്ദേഹം വരുന്നത്. ഞാൻ എൻ്റെ MA പ്രോജക്റ്റ് തയ്യാറാക്കുന്നത് കാളിയൂട്ടായിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അപ്പൊ ഇതൊക്കെ പിന്നെ എന്തോ അറിയില്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ടും കേട്ടും അറിഞ്ഞും പലയിടത്തുനിന്നും ഒക്കെ ഉള്ളത്. അത് അവിടെയാണ് ഞാൻ വിയോജിക്കുന്നത്. അതായത് പിന്നെ അവരൊരു കവികളുടെ ഒരു സാധനം തന്നതുകൊണ്ട് മാത്രമല്ല അനീഷ് ആ സാധനം എങ്ങനെ ചെയ്യുന്നത്, മനസ്സിലായി? അത് നമ്മൾ കൺസീവ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണത്. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ പുതിയ തലമുറയിലെ കുട്ടികൾ കവിതകൾ ആസ്വദിക്കുന്നതിനെ കുറിച്ച് എന്താണ് ഏട്ടൻ? ഗംഭീരമാണ്. കാരണം ഞാൻ ഈ ക്യാമ്പസുകളിൽ പോകാറുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ കുട്ടിയൊക്കെ ഇതൊന്നും താല്പര്യമില്ല ആയിരിക്കും എന്നാണ്. അങ്ങനെയൊന്നും അല്ല. ഇപ്പം നമ്മളൊരു കവിത തുടങ്ങിക്കഴിയുമ്പോഴേ അവർ വല്ലാതെ ആവുകയാണ്. അവർ എവിടെയോ ഇരിക്കുന്ന കുട്ടികളെല്ലാം തിരിച്ചു വന്നിരുന്നിട്ട് ഈ കവിതകളാണ് ആ കവിതകളാണെന്ന് പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, ചൊല്ലേണ്ട രീതിയിൽ ആയിരിക്കാം. പക്ഷേ കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ കുറ്റമല്ല, കൊടുക്കേണ്ട മാതിരി കൊടുക്കണം. കിട്ടേണ്ട രീതി കിട്ടിയാൽ അവർ എടുക്കേണ്ട രീതിയിൽ എടുക്കും. അതുകൊണ്ട് എനിക്ക് ഭാഷ നമ്മൾ ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം കുറ്റമാണ്, അത് അവരുടെ കുറ്റമല്ല, അവർക്ക് കൊടുക്കാത്തതുകൊണ്ടാണ്. എനിക്ക് വലിയ പ്രതീക്ഷയാണ് ഈ പുതിയ തലമുറയിൽ. നിനക്ക് ഐഡന്റിറ്റി ഉണ്ടോ, നീ എവിടെ നിന്ന് വരുന്നു, നിനക്ക് പറയാനെന്നുണ്ടോ, വാ എങ്കിൽ പറയുമ്പോൾ പറയാം, വാ അതിൻ്റെ സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ജോലി തരാമെന്ന് പറയാം. അല്ലാതെ അതുകൊണ്ട് ഭാഷയ്ക്കും സംസ്കാരത്തിനും എല്ലാം വലിയ പ്രാധാന്യം വരാൻ പോകുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അതുകൊണ്ട് അനീഷിനെ പോലുള്ള കലാകാരന്മാർ, എഴുത്തുകാരെല്ലാവരും ഗംഭീരമായി നമ്മളെ മക്കളെ മോട്ടിവേറ്റ് ചെയ്യണം ഈ ഭാഷയെക്കുറിച്ചും നമ്മുടെ കൾച്ചറിനെ കുറിച്ചും. ഇല്ലെങ്കിലേ ഗ്ലോബലൈസ്ഡ് ആയിട്ട് ഇനി ജീവിക്കാൻ പറ്റില്ല. ഇനി ഒരു പാട്ട് പാട് അനീഷ്, ഒരു ചെറിയ 4 പേര്. പണ്ടങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, മുഹാദ് വെമ്പ എഴുതിയല്ലേ അല്ലേ? ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുഴിയുണ്ടാർന്നേ. ആ നാട്ടിൽ വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുവാർന്നേ, കിളികള് പാടണ പാട്ടുണ്ടാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൻ ചൂടില്ലാർന്നേ, തീവെട്ടിക്കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. റെഡി? എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, രക്തം ചിതറി ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം, കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം, പന്നിവെടി പുക പൊന്തും തെരുവിൽ പാതിക്കാൽ വിറകൊള്ളുവതു കാണാം, ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വീണം, കണ്ണടകൾ വീണം. സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലി വഴിയേ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം, കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം.
മരണകുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലി വഴിയെ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മെഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. മതിയാ? ആ, ഓ. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരമാണ് അല്ലേ ഏട്ടാ? എല്ലാവർക്കും അതെ അതെ, നമുക്ക് എല്ലാവർക്കും തിമിരം ബാധിച്ചു. നല്ല കാണേണ്ടത്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, കാണേണ്ടത് കാണാതെ പോവുകയാണ് നമ്മൾ, കണ്ടിട്ടും കാണാതെ പോവുകയാണ് നമ്മൾ. നമ്മൾ വല്ലാതാക്കിയിട്ടുണ്ട്. ആ, ഇപ്പം പിന്നെ ഒരാൾ ഒരിക്കൽ കണ്ണട വെച്ച് നമ്മൾ കുരിശിലേറ്റ് ഗാന്ധിയെ നമ്മൾ വെടിവെച്ചു, എന്നിട്ട് അവരെ കൊണ്ടു നടക്കും വിഗ്രഹവൽക്കരിക്കും. അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കാലാതിവർത്തിയായി നിൽക്കുന്ന വരികൾ മലയാളിക്ക് സമ്മാനിച്ച മുരുകൻ എന്നും ഈ പറഞ്ഞ പോലെ നമ്മൾ എന്നും ഓർക്കുന്ന തരത്തിലുള്ള വരികളും വാക്കുകളും കൊണ്ട് നമ്മളെ സമ്പുഷ്ടമാക്കിയ കലാകാരനാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഇത് നമ്മുടെ അങ്ങക്ക് ഇൻഫിഡെക്കിൻ്റെ ഒരു സമ്മാനമുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് കവിതകളും ഈ പറഞ്ഞ പോലെ മനസ്സിലെന്നും നിറഞ്ഞു നിൽക്കുന്ന വരികൾ എഴുതാൻ അങ്ങ് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിരൽത്തുമ്പുകൾക്ക് ഒരുപാട് നാളിങ്ങനെ നമ്മളെയൊക്കെ നെഞ്ചിൽ കയറി ഇരിക്കാനുള്ള ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.